ഹലോ ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചെറിയൊരു ഭാഗമാണ്. ചെറിയൊരു ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട് LDC 2017 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ടൈഫോയിഡിന് കാരണമായിട്ടുള്ള രോഗകാരി ഏത് എന്നതാണ് ചോദ്യമായിട്ടുള്ളത്. വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ രോഗങ്ങളും കുറെ രോഗങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് നമ്മൾ സയൻസ് വിഭാഗത്തിൽ കാണപ്പെടുന്നതാണ് അല്ലേ. അപ്പൊ ടൈഫോയിഡിന് കാരണമായിട്ടുള്ള ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്താ ആൻസർ പറഞ്ഞേക്കണം? ബാക്ടീരിയ. എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമുക്കറിയാം ഏറ്റവും വലിപ്പം കുറഞ്ഞിട്ടുള്ള, നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് പഠിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞേക്കണം? ഏറ്റവും വലിപ്പം കുറഞ്ഞിട്ടുള്ള ജീവവർഗം അല്ലെങ്കിൽ ജീവി വർഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം? അത് ബാക്ടീരിയ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം ബാക്ടീരിയ. ആന്റൺ വാൻ ലിവൻഹുക്ക് അല്ലേ? ആന്റൺ വാൻ ലീവൻഹുക്ക് ആണ് കേട്ടോ. ലിവൻഹുക്ക് അല്ല, ലീവൻഹുക്ക്. ആന്റൺ, യെസ്, ഏതാണ്? ആന്റൺ വാൻ ലീവൻഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ആദ്യമായിട്ട് ബാക്ടീരിയയെ നിരീക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഈ ബാക്ടീരിയക്ക് പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് ആരാണ്? പറഞ്ഞോണ്ടോ? ബാക്ടീരിയക്ക് പേര് നിർദ്ദേശിച്ചിരിക്കുന്ന ആരാണ്? യെസ്, ആരാണ്? ക്രിസ്ത്യൻ, പിന്നീട് ഗോട്ട്, പിന്നീട് ഫ്രൈഡ്, പിന്നീട് നല്ലൊരു പേരും കൂടിയാണ് എഹ്റൻബർഗ് കേട്ടോ. എഹ്റൻബർഗ്. അപ്പൊ നമ്മൾ ക്രിസ്ത്യൻ ഗോട്ട് ഫ്രൈഡ് എഹ്റൻബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്തായിട്ടുള്ള ബാക്ടീരിയ എന്ന പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ ഗോട്ട്. ഇത്ര ആലോചിച്ചാൽ മതി, ബാക്കിയൊക്കെ പുള്ളിയുടെ പേര് അതിലുണ്ടാവും കേട്ടോ. അപ്പൊ ക്രിസ്ത്യൻ ഗോട്ട് എന്ന് ഓർമ്മിച്ച് നോക്കുക. അപ്പൊ പേര് നിർമ്മിച്ചിരിക്കുന്നത്, ബാക്ടീരിയ ആദ്യമായി നിരീക്ഷിച്ചിരിക്കുന്നത് ആരാണ്? ആന്റൺ വാൻ ലീവൻഹുക്ക് എന്ന് പറയുന്നതാണ് അല്ലെ. സ്വപോഷിയായ ബാക്ടീരിയ എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വപോഷിയായ ബാക്ടീരിയ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞുതരാം. പാല് തൈരാക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? നമ്മൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. പാല് തൈരാക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? ഒന്നുമില്ല, അത് ബാക്ടീരിയ ആണ്. പാല് തൈരാക്കുന്ന, നമ്മളെ നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യമല്ലേ. അപ്പൊ പാല് തൈരാക്കുന്ന സൂക്ഷ്മജീവി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം? അത് ബാക്ടീരിയ ആണ്. അപ്പൊ നമ്മൾ ബാക്ടീരിയയെ കുറിച്ച് പഠിക്കണ്ടേ? PSC ചോദിക്കുന്നുണ്ടല്ലോ, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? അപ്പൊ ഒന്നാമത്തത് പഠിച്ചേക്കണം കേട്ടോ. അപ്പൊ സ്വപോഷിയായ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? അത് സൾഫർ ബാക്ടീരിയ എന്നത് ഓർത്തിരിക്കുക. സൾഫർ ബാക്ടീരിയ. ഇനി നമ്മൾ ഓർത്ത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതാണെന്ന് നോക്കാം അല്ലെ. ഒന്നാമത്തത് അങ്ങ് പഠിച്ചേക്കണം. ഏതാ? ക്ഷയം. രണ്ടാമത്തത് നമ്മൾ പഠിച്ചിരിക്കണം കുഷ്ഠം. ഞാൻ നിങ്ങൾക്ക് രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന 2018 PSC ചോദിച്ചിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളുടെയും ഒരു ഭാഗം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാം അല്ലെ. ഈ ചോദ്യങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ കുഷ്ഠം. പിന്നീട് എന്താണുള്ളത്? ഡിഫ്തീരിയ. എന്താണ്? ഡിഫ്തീരിയ. പിന്നീടോ? പ്ലേഗ്. പിന്നീടോ? ടൈഫോയിഡ്, കോളറ. ടൈഫോയിഡ്, ടൈഫോയിഡ്, കോളറ. പിന്നീടോ? ടെറ്റനസ്. ന്യൂമോണിയ. ഇവിടേക്ക് അല്ലെ, ന്യൂമോണിയ. പിന്നീടോ? തീർന്നില്ല. വില്ലൻ ചുമ ഉണ്ട്, എലിപ്പനി ഉണ്ട് അല്ലെ. ന്യൂമോണിയ, എലിപ്പനി, വില്ലൻ ചുമ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ്? ക്ഷയം, കുഷ്ഠം, ഡിഫ്തീരിയ, പ്ലേഗ്, ടെറ്റനസ്, കോളറ പറഞ്ഞില്ലേ. ടൈഫോയിഡ്, ന്യൂമോണിയ, ക്ഷയം, വില്ലൻ ചുമ, എലിപ്പനി, ഇതെല്ലാം എന്തിനെ കുറിച്ചാണ്? ഈ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത് കേട്ടോ. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോവാണ്. റെഡി? പഠിച്ചില്ലേ? പഠിക്കണം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഭാഗങ്ങളൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് PSCകളിൽ കാണപ്പെടുന്ന കുറെ ചോദ്യങ്ങളുണ്ട് അല്ലേ. യെസ്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ ഏതൊക്കെ രോഗകാരികൾ പരത്തുന്നു എന്നല്ലേ പറഞ്ഞു. നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും വലിയ വൈറസ് എന്ന് പറയും. ഇപ്പൊ ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് രോഗങ്ങളുണ്ട്, പ്രോട്ടോസോവ മൂലം ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഭൂമിയിലെ തന്നെയുള്ള ഏറ്റവും വലിയ വൈറസ് ഏതാണ്? അറിയോ? പറഞ്ഞോണ്ടാ. പാൻഡോറ. ഏതാണ്? പാൻഡോറ വൈറസ് ആണ് എന്തിട്ടുള്ളത്. പാൻഡോറ വൈറസ് ആണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം? അത് പാൻഡോറ വൈറസ് എന്ന് ഓർത്തിരിക്കാം. വൈറസ് മൂലം നമ്മൾ ഇനി കുറച്ച് വൈറസ് മൂലമുള്ള രോഗങ്ങൾ പറഞ്ഞുതരാം. വൈറസ് മൂലം ഏതൊക്കെയാണ് ഉണ്ടാവുക? ഒന്ന്, പേ വിഷബാധ. രണ്ടാമത്തത് ഏതാണ്? ചിക്കൻ ബോക്സ്.
മൂന്നാമത്തേത് ഏതാണ്? എയ്ഡ്സ്. നാലാമത്തേത് ഏതാണ്? സാർസ്. അഞ്ചാമത്തേത് പോളിയോ, ജലദോഷം. പിന്നീട് ഏതാണ്? ഈ പന്നിപ്പനിയൊക്കെ പറയില്ലേ, പന്നിപ്പനി, പക്ഷിപ്പനി, പിന്നെ അങ്ങനത്തെ പനികളൊക്കെ. ഓക്കെ, പിന്നെ ചിക്കൻ ഗുനിയ. ഇതൊക്കെ എന്തിനാണുള്ളത്? ഇതൊക്കെ വൈറസ് മൂലം ഉണ്ടാകുന്നതാണ് കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ വൈറസ് മൂലം ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫംഗസ് മൂലം ഉണ്ടാകുന്നത് ഇത് വെച്ചോ. ഏതാണ്? ഫംഗസ്. ഏതാണ്? പുഴുക്കടി. ഓക്കെ, പുഴുക്കടി, ചുണങ്ങ്. ഓക്കെ, ചുണങ്ങ്, വട്ടച്ചൊറി. പിന്നീട് എന്താണ്? ആണി രോഗങ്ങളൊക്കെ അല്ലേ, ഫംഗസ്. നമ്മുടെ കാലിൻ്റെ അകത്തുള്ള ആണി രോഗമല്ലേ, ആണി രോഗം. ഇതൊക്കെ ഫംഗസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നീട് നമുക്ക് പ്രോട്ടോസോവ രോഗങ്ങളുണ്ട് അല്ലേ, പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാണ്? പറഞ്ഞോളൂ. ഓക്കെ, ഏതൊക്കെയാണ്? മലമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോട്ടോസോവ രോഗമാണ് കേട്ടോ. മലമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോട്ടോസോവ രോഗം എന്ന് ഓർത്തിരിക്കുക. മലമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോട്ടോസോവ രോഗം എന്ന് ഓർത്തിരിക്കുക. റെഡിയല്ലേ? അപ്പോൾ പിന്നീട് ഞാൻ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നമ്മളെ PSCയിൽ ചോദിച്ചു വരുന്ന കുറച്ച് ചോദ്യമുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത. ക്ഷയം, അത് എവിടെയാണ് ക്ഷയം ബാധിക്കുന്നത്? എവിടെയാണ്? അത് ശ്വാസകോശം കേട്ടോ. ശ്വാസകോശത്തിലാണ് ക്ഷയം ബാധിക്കുന്നത്. പിന്നീട് നമുക്കറിയാം എങ്ങനെയാണ് ഈ ക്ഷയരോഗം ഉണ്ടാകുന്നത്? വായുവിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ക്ഷയരോഗം ഉണ്ടാകുക കേട്ടോ. വായുവിലൂടെയാണ് ക്ഷയരോഗം ഉണ്ടാകുക. നമുക്കറിയാം അതിന്റെ സൂക്ഷ്മാണു എന്ന് പറയുന്നത് എന്താ? മൈക്രോ ബാക്ടീരിയം. ഓർത്തിരുന്നോളൂ, ഏതാണ്? മൈക്രോ ബാക്ടീരിയം കേട്ടോ. മൈക്രോ ബാക്ടീരിയം അല്ലെ. ട്യൂബർകുലോസിസ്, നമുക്ക് TB എന്ന് പറയാമല്ലോ, ട്യൂബർകുലോസിസ്, മൈക്രോ ബാക്ടീരിയം, ട്യൂബർകുലോസിസ്. സൂക്ഷ്മാണു ഏതാണെന്ന് ചോദിച്ചാൽ. ഇനി നമുക്കറിയാം ടൈഫോയിഡ് അല്ലെ, ടൈഫോയിഡ്. ഞാൻ എഴുതിയ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അല്ലേ ആൻസർ വരാം. ടൈഫോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ബാധിക്കുന്നത്? കുടലിനെയാണ് എന്തായിട്ടുള്ളത് ഈ ടൈഫോയിഡ് ബാധിക്കുന്നത്. കുടല്. അതെങ്ങനെയാ പകരുന്നത്? ജലത്തിലൂടെയാണ് പകരുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. സാൽമോണ ടൈഫി എന്നതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സാൽമോണ. ടൈഫി ആണുള്ളത്. അപ്പൊ നമ്മൾ ടൈഫോയിഡിന്റെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് ഏതാ വേണ്ടത്? പറഞ്ഞോണ്ടാ. ഓക്കെ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുന്നതല്ലേ, പക്ഷിപ്പനി ഉണ്ടായിക്കോട്ടെ. പക്ഷിപ്പനി നമുക്ക് എല്ലാവരും കാണാമല്ലേ. പക്ഷിപ്പനി എന്താണ്? പക്ഷിപ്പനി എന്ന് പറയുന്നത് അത് ശ്വസന വ്യവസ്ഥയാണ് ഈ പക്ഷിപ്പനി ബാധിക്കുക. ശ്വസന വ്യവസ്ഥയെ നമുക്കറിയാം എങ്ങനെയാണ് ഇത് പകരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞേക്കണം? വായുവിലൂടെയാണ് ഈ പക്ഷിപ്പനി പകരുന്നത്. ഏതാണ് സൂക്ഷ്മജീവി എന്ന് വെച്ചാൽ H5N5 എന്ന് പറയുന്ന N1 എന്ന് പറയുന്ന കേട്ടോ. H5N1 എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ PSCയിൽ സ്ഥിരമായിട്ട് ഓപ്ഷനിൽ വേറൊരു ചോദ്യം കൂടെ ഉണ്ടാവാറുണ്ട്. ഏതാണ്? H1N1 നമ്മൾ പറയാലോ. അപ്പൊ H5N1 എന്ന് പറയുന്നത് എന്താണ്? പക്ഷിപ്പനിയുടെ സൂക്ഷ്മാണുവാണ്. ശ്വസന വ്യവസ്ഥ വായുവിലൂടെ പകരുന്നു. നമ്മളിത് പുറകിലോട്ട് വെച്ച് നോക്കിയാലോ. എങ്ങനെയാണ് ഈ H1N1 എന്ന് പറയുന്നത്? വായുവിലൂടെ. കണ്ടോ, നമ്മൾ ഇങ്ങനെ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈ സയൻസ് വിഷയമൊക്കെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. വായുവിലൂടെ. എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞേക്കണം. എങ്ങനെയാണ്, ഏതിനാണ് ബാധിക്കുന്നത്? ശ്വസന വ്യവസ്ഥ. പേര് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞു ഏതാണ്? H1 പന്നിപ്പനി. പന്നിപ്പനി നമ്മൾ എങ്ങനെയാണ്, ഏതാണ് പകരുന്നത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ? പന്നിപ്പനി ഏതാണ് പകരുന്നത് പറഞ്ഞോണ്ടാ. പന്നിപ്പനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആരാ പകർത്തുന്നതെന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നുകൂടി ഓർത്തെടുത്തത്. റെഡി അല്ലേ? പന്നിപ്പനി ആരാണ്? വൈറസ് മൂലം വന്നിട്ടുള്ള ഓർത്തിരിക്കുക അല്ലെ, പന്നിപ്പനി. അപ്പൊ നമുക്കറിയാം ഇതുപോലെ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലൈവായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ഭാഗങ്ങളും കൂടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് നോക്കുക. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, അപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ലാർജസ്റ്റ് ലേണിംഗ് ആപ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അൺഅക്കാദമി എന്ന് പറയുന്നത് അല്ലേ. അൺഅക്കാദമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള ലാർജസ്റ്റ് ലേണിംഗ് ആപ്പാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കാം എന്തായിട്ടുള്ള കേരള PSC എന്ന് പറയുന്ന ലാർജസ്റ്റ് പ്ലാറ്റ്ഫോം ആണുള്ളത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക നിങ്ങൾക്ക് ബാച്ച് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. എന്താണ് ബാച്ച് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടക്കിന്റെ ക്ലാസ്സുകൾ 19-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സുകളാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് നൽകി വരുന്നത്. അതുപോലെ തന്നെ ദൗത്യം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അല്ലേ. ദൗത്യം എന്ന് പറയുമ്പോൾ 20 മെയ് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. 50 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവലിൽ ബാച്ച് കോഴ്സ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സുകളും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ക്ലാസ് എടുക്കാനും കാര്യങ്ങളും ഉള്ളത്. പിന്നീട് LDC മെയിൻസ് ആണുള്ളത്. മെയിൻസ് എക്സാമിൻ്റെ അകത്ത് നമുക്കറിയാം
ഓർത്തിരിക്കുക അല്ലേ. അപ്പം 13-ാം തീയതി മുതലാണ് ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. LDC മെയിൻസ് 100 ദിവസത്തേക്കുള്ള ബാച്ച് കോഴ്സാണ് കേട്ടോ, 100 ദിവസത്തേക്കുള്ളത്. പിന്നീട് നമുക്കറിയാം HSIയുടെ ക്ലാസ്സുകളുണ്ട്, ടെസ്റ്റ് സീരീസുകളുണ്ട്, നമുക്ക് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ചാമ്പ്യൻഷിപ്പിൻ്റെ അത് നിങ്ങൾക്ക് നിയമിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ചാമ്പ്യൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 3 മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ, ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ളവർക്ക് 3 മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് പ്ലസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങളുടെ ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങൾ പഠിപ്പിക്കും, കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, പിന്നീട് നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ്, ടെസ്റ്റ് സീരീസുകൾ, അൺലിമിറ്റഡ് പ്രാക്ടീസ്, പിന്നീട് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നീട് നമുക്കറിയാം കറണ്ട് അഫേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എടുക്കുന്നവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോംബോ ഓഫർ ആയിട്ട് അല്ലേ 12 മാസത്തെ സബ്സ്ക്രിപ്ഷനും കൂടി 12+2. ഓക്കെ, അപ്പോൾ മറന്നു പോകേണ്ട, എല്ലാവരും എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ഓഫറാണ്, ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് വെച്ചാൽ ഇപ്പോൾ എടുക്കുന്നവർക്ക് 12 മാസം എടുക്കുന്നവർക്ക് 2 മാസം ഫ്രീ ആയിട്ടും കൂടി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ 12 മാസത്തേക്ക് വരുമ്പോൾ 8415 രൂപ. ഒരു വർഷത്തേക്കുള്ള പൈസയാണ് കേട്ടോ പറയുന്നത്. 8000 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ, 8000 രൂപ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ബെനിഫിറ്റ് ആണ്, ഉറപ്പാണ്. അപ്പം റഫറൽ കോഡ് ഉപയോഗിക്കുക, ഫെബിൻ FEBIN MK എന്നുള്ള റഫറൽ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.